ഇന്ത്യ കടത്തിലാണെന്നുള്ള ചൈനയുടെ വാദങ്ങളൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് മുന്നേറുകയാണ് ഇന്ത്യൻ രൂപ. ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം കുതിച്ചുയർന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യയുടെ ഏത് സാമ്പത്തിക പ്രതിസന്ധിയെയും പരിഹരിക്കാൻ ശേഷിയുള്ള അത്രയ്ക്കും ഭീമമായ വിദേശ നാണ്യശേഖരം റിസർവ് ബാങ്കിൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. മാർച്ച് 15 കണക്ക് പ്രകാരം 64,249 കോടി ഡോളറാണ് റിസർവ് ബാങ്ക് കൈവശം വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാത്രം വിദേശ നാണ്യശേഖരത്തിൽ 1047 കോടി ഡോളറിൻ്റെ വളർച്ചയുണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യശോഷണം വന്നാൽ ഒരൊറ്റ നിമിഷത്തിൽ വിദേശ നാണ്യം അന്താരാഷ്ട്ര വിപണിയിൽ ഇറക്കി റിസർവ് ബാങ്കിന് രൂപയെ രക്ഷിക്കാനാകും. മാർച്ച് 26 ഇന്ത്യൻ രൂപയുടെ മൂല്യശോഷണം തടയാൻ റിസർവ് ബാങ്ക് ഡോളർ ഇറക്കിയിരുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് കണ്ട് ചില വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ രൂപയിലുള്ള അവരുടെ ബോണ്ടുകൾ തുടർച്ചയായി വിൽക്കാൻ തുടങ്ങിയതോടെ രൂപ വീണ്ടും സമ്മർദ്ദത്തിലാവുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ രൂപ $1 83.48 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. എന്നാൽ റിസർവ് ബാങ്ക് ഡോളർ ഇറക്കിയതോടെ ഇന്ത്യൻ രൂപ $1 83.33 എന്ന നിലയിലേക്ക് ഉയരുകയാണ് ചെയ്തത്. ചൈനയുടെ കറൻസിയായ യുവാൻ മൂല്യശോഷണം തുടരുന്നതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസം തുടർച്ചയായി ഇന്ത്യൻ രൂപയും ഡോളറിനെതിരെ മൂല്യശോഷണം നേരിട്ടിരുന്നു. ഡോളർ ശക്തിപ്പെടുന്നതും അസംസ്കൃത എണ്ണവില ഉയരുന്നതുമാണ് മറ്റ് കാരണങ്ങൾ. ഇന്ത്യയുടെ സ്വർണ്ണശേഖരത്തിലും ഉണ്ടായി ഉയർച്ച. കഴിഞ്ഞ ആഴ്ച സ്വർണ്ണശേഖരത്തിൽ 42.50 കോടി ഡോളർ വളർച്ചയുണ്ടായതോടെ അത് 5114 കോടി ഡോളറായി സ്വർണ്ണശേഖര ആസ്തിയും കൂടിയിട്ടുണ്ട്. മാത്രമല്ല, നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ നൽകുന്ന കണക്ക് അനുസരിച്ച് നോട്ട് അസാധുവാക്കലിന് മുമ്പ് രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ എല്ലാ ഇടപാടുകളുടെയും ഏകദേശം 10% മാത്രമായിരുന്നു. എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ അത് 20% ആയി വർദ്ധിക്കുകയാണ് ചെയ്തത്. 2016 സാമ്പത്തിക വർഷത്തിൽ GDPയുടെ 4.4% ആയിരുന്ന ഡിജിറ്റൽ ഇടപാടുകൾ 2023 സാമ്പത്തിക വർഷത്തിൽ 76.1% ഉയരുകയാണ് ചെയ്തത്. ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികളിലൂടെയും ഇൻ്റർനെറ്റ്, സ്മാർട്ട് ഫോൺ, ഇ-കൊമേഴ്സ് തുടങ്ങിയവയുടെ വർധനവിന് സർക്കാർ നൽകുന്ന പിന്തുണയിലൂടെയും രാജ്യത്ത് ഡിജിറ്റൽ വിപ്ലവത്തിന് അടിസ്ഥാനം പകർന്നിട്ടുണ്ട്. രാജ്യത്തെ ഓൺലൈൻ ഉപഭോക്താക്കളുടെ എണ്ണം 2025ഓടെ 220 ദശലക്ഷത്തിലധികമാകുമെന്നും ഇതിൻ്റെ ഭാഗമായി ഇ-കൊമേഴ്സ് വിപണി $200 ബില്യൺ എത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇക്കാലയളവിൽ കോർപ്പറേറ്റ് നികുതിയിൽ ഇളവ് വരുത്തി നിക്ഷേപങ്ങളെ ആകർഷിക്കുവാൻ സാധിച്ചിട്ടുമുണ്ട്. റോഡ്, റെയിൽ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. 2017 മുതൽ നിലവിൽ വന്ന ചരക്ക് സേവന നികുതിയായിരുന്നു സാമ്പത്തിക രംഗത്തെ നിർണായക പ്രഖ്യാപനം. GSTയുടെ വരവോടെ പരോക്ഷ നികുതിദായകരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു. ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം 2013-14 സാമ്പത്തിക വർഷത്തിലെ പരോക്ഷ നികുതി വരുമാനം 50,318 കോടി രൂപയായിരുന്നു. മാത്രമല്ല, ലോകത്തെ പ്രധാന സാമ്പത്തിക സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലി 2023 മെയ്യിൽ പുറത്തുവിട്ട പഠനം പ്രകാരം വലിയ സംഭാവനയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ തിരിച്ചറിഞ്ഞ് ജാം ലിങ്കേജ് ഉപയോഗിച്ച് ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുന്നുണ്ട്. 2014 ഇങ്ങനെ നൽകിയിരുന്ന പണം 5 ബില്യൺ രൂപയായിരുന്നത് 2023 250 ബില്യൺ രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇക്കാലഘട്ടങ്ങളിൽ 50 പദ്ധതികൾ ഉണ്ടായിരുന്നത് 400 പദ്ധതികളായും വർദ്ധിച്ചു. ഇവയുടെ മൊത്തത്തിലുള്ള മൂല്യം 2014 0 നിന്നും ഇന്ന് 4000 ബില്യൺ രൂപയായി കൂടിയിട്ടുമുണ്ട്. ഇൻസോൾവൻസി ആൻഡ് പാപ്പരത്വ നിയമം നിക്ഷേപകരിലും വാങ്ങുന്നവരിലും ആത്മവിശ്വാസവും ജനിപ്പിച്ചിട്ടുണ്ട്. 2015 സാമ്പത്തിക വർഷം കോർപ്പറേറ്റ് കടം GDPയുടെ 62% ആയിരുന്നത് 2023 50% കുറഞ്ഞുവെന്നും കണക്കിൽ പറയുന്നുണ്ട്. ഇനി പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും ഉപഭോക്തൃ വില സൂചിക 2009-2014 വർഷത്തിൽ 8 മുതൽ 12% വരെയായിരുന്നു. ഇത് 2015-23 കാലഘട്ടത്തിൽ 6 മുതൽ 7% ആയി കുറയുകയാണ് ചെയ്തത്. നേരിട്ടുള്ള വിദേശ നിക്ഷേപം 2005 10 ബില്യൺ നിന്നും 2023 400 ബില്യൺ ആയി വർദ്ധിക്കുകയും ചെയ്തു. ആഗോള സേവന കയറ്റുമതിയിൽ 2013 ഡിസംബറിൽ 1.6% ആയിരുന്ന ഇന്ത്യയുടെ പങ്ക് 2022 ഡിസംബറിൽ 4.9% ആയി. ചരക്ക് കയറ്റുമതിയിൽ 2013 ഡിസംബറിൽ 1.65% ആയിരുന്നത് 2022 ഡിസംബറിൽ 1.8% ആയും വർദ്ധിച്ചു. 2012-13 സാമ്പത്തിക വർഷത്തിൽ $74 ബില്യൺ മൂല്യമുണ്ടായിരുന്ന രാജ്യത്തെ ഉൽപ്പാദനം 2022 സാമ്പത്തിക വർഷത്തിൽ $447 ബില്യൺ ആയി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് 2032-33 സാമ്പത്തിക വർഷത്തിൽ $201 ബില്യൺ ആയി വളരുമെന്നും പ്രവചിക്കപ്പെടുന്നുണ്ട്. 2022 സാമ്പത്തിക വർഷത്തിൽ GDPയുടെ 28% ആയ നിക്ഷേപം 2033 സാമ്പത്തിക വർഷത്തിൽ 33% ഉയരുമെന്നാണ് പറയുന്നത്. ഒപ്പം ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം 2023 $2,200 നിന്നും
2032 സാമ്പത്തിക വർഷത്തിൽ $5200 വർദ്ധിക്കുമെന്നും കണക്കിൽ പറയുന്നുണ്ട്.